ഇത് ഡ്രയർ മാത്രമേ ഉള്ളൂ ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു രീതി ആകുമ്പോൾ നമുക്ക് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ എല്ലാ ബെഡും നല്ല വൈറ്റ് ആയിട്ട് എല്ലാ ബെഡും നല്ല 100% വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഈ ഒരു മെത്തേഡ് നല്ല യൂസ്ഫുൾ ആണ്. സോളാനിലെ വിശേഷങ്ങളാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ സോളാനിൽ നമ്മുടെ കൂടെ വന്ന ചിത്രരേഖ എന്ന് പറയുന്ന അവരുടെ വിശേഷങ്ങളാണ്, ആ ഫാർമറുടെ കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇനി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കമ്പനിയിൽ കണ്ട പോലെ തന്നെ വളരെ സിമ്പിളായിട്ട് സ്റ്റെറിലൈസേഷൻ എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ചിത്രേച്ചി പറയുകയാണെങ്കിൽ 2009 മുതൽ സജീവമായിട്ട് തന്നെ പൂങ്കൃഷിയിലുള്ള ഒരാളാണ് ചിത്രേച്ചി. അപ്പോൾ അവരുടെ ഒരു കണ്ടെത്തലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം. അതുപോലെ തന്നെ അവരെ 1-2 കാര്യങ്ങൾ കൂടി നിങ്ങളോട് പറയാതെ വയ്യ. ഒരു മഷ്റൂമിൻ്റെ ചമ്മന്തിപ്പൊടി ഞാൻ ആദ്യമായിട്ട് കണ്ടത് 2 വർഷം മുന്നേ ഇവരുടെ അടുത്തുനിന്നാണ്, ചിത്രേച്ചിൻ്റെ അടുത്തുനിന്നാണ്. മഷ്റൂം ബേസ്ഡ് ആയിട്ടുള്ള നമ്മൾ മഷ്റൂമിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ അച്ചാറ് പല ആൾക്കാരും ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട്, പിന്നെ 1-2 ഐറ്റംസ് ഒക്കെ ഉണ്ട്. എങ്കിലും മഷ്റൂമിൻ്റെ നല്ല രുചികരമായിട്ടുള്ള സക്സസ് ആയിട്ട് അവരിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനം മഷ്റൂമിൻ്റെ ചമ്മന്തിപ്പൊടി. നല്ല രീതിയിൽ അവരത് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന മഷ്റൂമിൻ്റെ ചമ്മന്തിപ്പൊടി. 2 വർഷം മുന്നേ അവരത് നമ്മൾ ട്രെയിനിങ്ങിന് വരുന്ന സമയത്തും അവരത് ഒരു ചെറിയ പാത്രത്തിലാക്കിയിട്ട് നമുക്ക് തന്നിരുന്നു. അന്ന് വണ്ടിയിൽ നിന്നൊക്കെ നമ്മൾ, കാരണം അവിടുത്തെ ഫുഡ് എങ്ങനെ ആവുന്നുള്ള അറിയാത്തത് കൊണ്ട് അവരത് എടുത്തിരുന്നു. പക്ഷെ മഷ്റൂം ചമ്മന്തി എന്ന് പറയുമ്പോൾ നമുക്കത് അതിനോട് ഒരു മുഖം തിരിഞ്ഞു നിന്ന്, പക്ഷെ അതിൻ്റെ ടേസ്റ്റ് വളരെ ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്തിരുന്നു അവരുടെ തന്നെ. അതുപോലെ തന്നെയാണ് പായസം, മഷ്റൂം പായസം. ഇതൊക്കെ ഒരു നല്ല രീതിയിൽ, നല്ല എന്ത് സാധനമായാലും അതിൻ്റെ ഒരു ടേസ്റ്റ് ആണല്ലോ നമ്മളെ എന്തും ഉണ്ടാക്കാം. അതുപോലെ ഇത് സിമ്പിളായിട്ട് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളത് എന്തായാലും ചിത്രേച്ചിയും അവരുടെ ഹസ്ബൻഡ് അജയ് കുമാർ സാറും പറയുന്നതിലേക്ക് തന്നെ നമുക്ക് കാണാം, എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഇതിപ്പം വൈക്കോൽ സ്റ്റെറിലൈസ് ചെയ്യുന്ന കാര്യത്തെ പറ്റിയാണ് ഞാനിപ്പോൾ നിങ്ങളടുത്ത് സംസാരിക്കുന്നത്. ഇതിൽ ആദ്യമൊക്കെ ചെയ്ത് ബ്ലീച്ചിൽ ചെയ്യുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഫോർമാലിനും ഇതൊക്കെ വെച്ചിട്ട് സ്റ്റെറിലൈസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് ശേഷമാണ് ആവിക്ക് പുഴുങ്ങിയെടുക്കുന്ന സിസ്റ്റം. അത് കുഴപ്പം നല്ല സിസ്റ്റമാണ്, ഓർഗാനിക്കാണ്. പക്ഷെ ഇപ്പോൾ ചെയ്യുന്നത് ഇപ്പം എന്നല്ല, ഞാൻ ചെയ്യാൻ തുടങ്ങി ഒരു 5 വർഷത്തിൽ കൂടുതലായി. അപ്പോൾ അത് അന്നേരം ഒന്നും അത്ര സക്സസ് ആയിട്ടില്ല. ഇപ്പം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ കുമ്മായാണ് ഉപയോഗിക്കുന്നത്. കുമ്മായ ഇതിന് മനസ്സിലാക്കിയത് തന്നെ ഞാൻ പിന്നെ റിഗിലായിരുന്നു കുറേ കാലം വർഷം ജോലി ചെയ്തിട്ടുണ്ട് വിദേശത്ത്. അപ്പോൾ അവിടെ നിന്ന് ഈ ഫിലിപ്പീൻസിൻ്റെ അടുത്ത് നിന്നാണ് എനിക്ക് ഈ കുമ്മായത്തിൽ ചെയ്യുന്നതിൻ്റെ നോളജ്. പക്ഷേ റേഷ്യോ കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു അന്ന്. ഇവിടെ കൊണ്ടുവന്ന് ചെയ്തു നോക്കി, അന്നൊന്നും വിജയിച്ചില്ല. ആദ്യമൊന്നും ഒരു 5-6 വർഷം മുമ്പേ. പിന്നീട് നമ്മളത് കൂട്ടി കൊണ്ടുവന്ന് ഇപ്പോഴാണ് അത് കുറച്ച് കാലമായിട്ട് ഇപ്പം നല്ല കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നത്. അതിൻ്റെ ചെയ്യുന്നത് പറഞ്ഞാൽ ഒരു 200 ലിറ്റർ 200 ലിറ്ററിൻ്റെ ബാരലിൽ ചെയ്യുന്നത്. അപ്പോൾ ബാരലിൽ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു 1/4 ഭാഗം, ഒരു 1/4 ഭാഗം കുറച്ച് വെക്കും വെള്ളം. അതിന് ശേഷമാണ് അതിൽ കുമ്മായം കലക്കി ഒഴിക്കുക ചെയ്യുന്നത്. ഒരു 2.5 കിലോ കുമ്മായം മതി 200 ലിറ്ററിൻ്റെ ബാരലിൽ. അപ്പോൾ കലക്കി ഒഴിച്ചതിന് ശേഷം അതിലാണ് മുക്കിയിടുന്നത്. ഒരു 36 മണിക്കൂർ വേണം. ആ ടൈമാണ് നമുക്ക് ഇതിൽ മുന്നിൽ കറക്റ്റായി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ചെറിയ കംപ്ലൈൻ്റ് ഒക്കെ വന്നിരുന്നു. ഇപ്പോൾ കംപ്ലൈൻ്റ് ഒന്നുമില്ല. 36 മണിക്കൂർ കറക്റ്റായിട്ട് മുക്കിയിട്ട് വെക്കണം. അത് കട്ട് ചെയ്തിട്ടും ചെയ്യാം, കട്ട് ചെയ്യാതെയും ചെയ്യാം. വൈക്കോൽ കട്ട് ചെയ്ത് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ അതിനുശേഷം ഞങ്ങൾ ചെയ്യുന്നത് വാഷിംഗ് മെഷീനിലാണ്. അതിന് ഡ്രയർ ഉണ്ടാക്കിയിട്ടുണ്ട്, ഡ്രയർ മാത്രമുള്ളത്. അതിലാണ് ഉണക്കിയെടുക്കുന്നത്. ഇപ്പോൾ ഈ ടൈമിങ്ങിൻ്റെത് പറഞ്ഞത് നിങ്ങൾക്ക് ഇപ്പോൾ എളുപ്പത്തിന് എന്താണ് 36 മണിക്കൂർ നിങ്ങൾ അതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. രാവിലെ വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. രാവിലെ ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എടുത്ത് ഉണക്കിയെടുക്കുക, വെള്ളം ആറ്റിയെടുക്കുക. അതാണ് ടൈം. 40% കുറഞ്ഞാലും കുഴപ്പമില്ല, കൂടി പോകാൻ പാടില്ല അതിൻ്റെ വെള്ളത്തിൻ്റെ ഈർപ്പം. അപ്പോൾ കൈ പിടിച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അത് പിഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം ഉറ്റാനോ അതിൽ നനവ് പൊട്ടി വരാനോ പാടില്ല. ആ കണ്ടീഷനിൽ വേണം ഇത് ബെഡ് തയ്യാറാക്കാൻ വേണ്ടി. അത് വെയിലിട്ടിട്ടും എടുക്കാം. അതായത് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ 20-ൽ ഒരു 35 വരെ കറക്റ്റായിട്ടുള്ളതാണ്. 30-40 ആയാലും കുഴപ്പമില്ല. പക്ഷെ 40 അങ്ങോട്ട് പോകുമ്പോൾ ചിലപ്പോൾ അതിലും കടന്നു പോകാൻ സാധ്യത ഉണ്ടാകുന്നതുകൊണ്ടാന്ന് പറയുന്നത് 25-35 വരെ ഉള്ള ഈർപ്പത്തിൻ്റെ ശതമാനം പറയുന്നത്. അപ്പം ഞാൻ കുമ്മായ എടുക്കാൻ പോവാണ്. ഇപ്പോൾ ഇതിൻ്റെ അളവ് നമുക്ക് ഏകദേശം ഒരു കോരുന്നതിൻ്റെ അളവുണ്ട്. ഇതിപ്പോൾ 1.25 കിലോ നമുക്ക് ഇതിനകത്ത് കിട്ടും.
ആ കണക്കിനാണ് ഇപ്പം ഞങ്ങൾ ഇപ്പം ആവശ്യമില്ല. അല്ലെങ്കിൽ നമുക്ക് ഇപ്പം തൂക്കി നോക്കണം. ഇപ്പം അതിൻ്റെ ഒരളവ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതാ ഇപ്പം ഞാൻ ഇപ്പോഴത്തെ 1.25 കിലോ നമുക്ക് ഉണ്ടാവും. അത് ഞാൻ ബക്കറ്റിലേക്ക് ഇടുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരെണ്ണം കൂടി കോരിയെടുക്കും. അപ്പോൾ നമുക്ക് 2.5 കിലോ കുമ്മായായി. അപ്പോൾ ഇനി എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് ഇതുപോലെ ബക്കറ്റിൽ കലക്കിയിട്ട് ഒഴിക്കാം. പക്ഷെ അതിലും എളുപ്പം നമുക്ക് ഒരു ചെയ്യുമ്പോൾ ഈ ബക്കറ്റ് എടുത്ത് കുമ്മായം നിറച്ച ബക്കറ്റ് ഇതിലേക്ക് വെക്കുക. ആ ബക്കറ്റിലേക്ക് വെള്ളം അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതിനകത്തിരിക്കുന്ന പൂഴിയും കല്ലും ഇതൊക്കെ തന്നെ ബക്കറ്റിൽ തന്നെ ഇരിക്കും. ഇതിങ്ങനെ മറിഞ്ഞ് വെള്ളം അങ്ങ് പോകും. അപ്പോൾ കലങ്ങുകയും ചെയ്യും, നല്ല കലങ്ങിയിട്ടുള്ള അതിനകത്ത് വീഴും. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് എളുപ്പത്തിന് വേണ്ടി, അല്ലാതെ കലക്കിയിട്ട് നിങ്ങൾക്ക് ഒഴിക്കാം, അതിൽ കുഴപ്പമൊന്നുമില്ല. ഇതിപ്പം കലക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ ഇതിൽ നിന്ന് കലങ്ങിക്കൊണ്ട് പുറത്തേക്ക് വീഴും. അതിൽ കല്ലൊക്കെ ബക്കറ്റിൽ തന്നെ ഇരിക്കും. അത് ആ കല്ലും മണ്ണും പോകാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. മറ്റേ അതിനകത്തിരിക്കുന്ന ചെറിയ ചെറിയ പൊടികളൊന്നും വൈക്കോലിൽ ഉണ്ടായി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അതിനെ കൊണ്ട് നല്ലതാണ്. അപ്പോൾ ഇത് നിറഞ്ഞു കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ ആ ബക്കറ്റ് ഇങ്ങ് എടുക്കും. വെള്ളത്തിന്റെ അളവ് എന്ന് പറഞ്ഞാൽ ഒരു 175 ലിറ്റർ വെള്ളത്തിന്റെ ആണ് അളവ്. ഇപ്പൊ 200 ലിറ്ററിന്റെ ബക്കറ്റ് ബാരലാണ് ഇത്. അപ്പോൾ 175 ലിറ്റർ മതിയാവും. പിന്നെ നമ്മൾ അത്രയും കയറി ഇന്ന് ചവിട്ടി നിറച്ച് അതിനുശേഷം കല്ലെടുത്ത് വെക്കുകയാണെങ്കിൽ വേണമെങ്കിൽ കുറച്ച് ബക്കറ്റിൽ വെള്ളം മാറ്റി വെക്കും. അതിനുശേഷം നിറച്ചതിന് ശേഷം ആ ബക്കറ്റിലെ വെള്ളം എടുത്ത് ഒഴിക്കും. ഇതുപോലെയുള്ള നമുക്കിപ്പോ ഇത് പേട്ടക്കുന്ന് വരുന്നതാണ്. പേട്ട എന്ന് പറയുമ്പോൾ കർണാടക സ്റ്റേറ്റിൽ നിന്ന് വരുന്ന വൈക്കോലാണ്. ഇത് നമുക്കൊരു 4-5 ബെഡിന് സുഖമായിട്ട് കിട്ടും. 5 ചിലത് 6 കിട്ടും, ചില കട്ടയിലെ വ്യത്യാസമാണ്. അപ്പൊ ഇത് നമ്മൾ ഇതിൻ്റെ അകത്തൊരു 6 എണ്ണം 7 എണ്ണം 8 എണ്ണം ഒക്കെ ഇടാൻ പറ്റും. അത് ചിലതിന്റെ വലിപ്പം അനുസരിച്ചാണ്. ഇതിപ്പോ നമുക്കൊരു 7 എണ്ണം ഇട്ട് പുതിർത്ത് വെക്കാം. റൗണ്ട് വരുന്ന ഇതുപോലെ തന്നെ ചെയ്യാം. അതിന് വ്യത്യാസമൊന്നുമില്ല. ഇതിപ്പോ ഇതുപോലെ തന്നെ എടുത്ത് ആ വെള്ളം വാർന്നതിന് ശേഷം ഇതിനകത്ത് എടുത്ത് ഇട്ടാൽ മതി. അതിൽ നിന്ന് വെള്ളം ചോർത്തി കളഞ്ഞതിന് ശേഷം ഇതേപോലെ വാഷിംഗ് മെഷീനിലേക്ക് ഇടുക. ഇതിനു വേണ്ടി മാത്രം തയ്യാറാക്കിയതാണ്. ഇത് ഡ്രയർ മാത്രമേ ഉള്ളൂ. ഇതൊരു 5 മിനിറ്റ് മതിയാവും. 5 മിനിറ്റ് കൊണ്ട് ഓക്കെ ആവും. ഇതിപ്പോ ഈ കൃഷി രീതി എന്ന് പറഞ്ഞാൽ നമുക്കൊരു എളുപ്പത്തിന് വേണ്ടിയാണ്. പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് ഒരു നല്ലതാണ്. മറ്റേ അല്ലാതെ തീ കത്തിച്ച് അത് പിന്നെ ബോയിൽ ചെയ്ത് അതിൻ്റെ ആവിക്ക് വേണം സ്റ്റെറിലൈസ് ആകാൻ വേണ്ടി. അപ്പോൾ കത്തിക്കേണ്ട ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇത് കുറച്ച് എളുപ്പം, ഒരു ദിവസം മാത്രം വൈകുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ എളുപ്പം ചെയ്യാൻ പറ്റുന്ന രീതിയാണിത്. അതായത് ചിലവ് കുറഞ്ഞ രീതിയിൽ സ്റ്റെറിലൈസേഷൻ. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ വാട്സപ്പിൽ മെസ്സേജ് വിട്ടാൽ മതി. അപ്പോൾ വിളിക്കുമ്പോൾ ചിലപ്പോൾ കോൺടാക്ട് ചെയ്യാനോ നിങ്ങളോട് സംസാരിക്കാനോ പറ്റിയെന്ന് വരും. ലാബിലും മറ്റു കാര്യങ്ങളിലായിട്ട് ബിസി ആയിരിക്കും. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് റിപ്ലൈ ചെയ്ത് തരുന്നതായിരിക്കും. ഇതിപ്പോ കുമ്മായത്തിലിട്ട് സ്റ്റെറിലൈസ് ചെയ്തിട്ട് ഉണക്കി വെച്ച വൈക്കോലാണ്. ഉണക്കിയിട്ട് ഈ ഒരു പാകത്തിന് വേണ്ടത് ഒരു 25-30-40 വരെ ഉള്ള ഒരു പാകത്തിന്. അതായത് ഒരു തൊട്ടാൽ നമുക്കൊരു കൈ തണുപ്പ് അനുഭവപ്പെടണം, ആ ഒരു രീതിയിൽ. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ തെരിയാക്കുക, ചുമ്മാട് പോലെ ചെയ്തിട്ട് നിറയ്ക്കുന്നത്. നമ്മളിപ്പോൾ കൂൺ വിത്ത് എന്ന് പറഞ്ഞാൽ 2 മാധ്യമത്തിൽ ചെയ്യുന്നുണ്ട്, നെല്ലിലും ചോളത്തിലും. ഇത് നെല്ലിലുള്ള വിത്താണ്, ഇത് ചോളത്തിലുള്ള വിത്താണ്. രണ്ടും നമ്മളിവിടെ ചെയ്യുന്ന തന്നെയാണ്. അപ്പോൾ ചോളത്തിലുള്ള വിത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ചോളത്തിലുള്ള വിത്ത് പെട്ടെന്ന് തന്നെ റെഡിയാവും. മൈസീലം പെട്ടെന്ന് പടർന്നിട്ട് റെഡിയായി സെറ്റായി കഴിഞ്ഞാൽ ഒരു 3 ആഴ്ച വരെ നമുക്ക് വേറെ പ്രശ്നങ്ങളോ ഒരു കളർ വ്യത്യാസമൊന്നും ഇല്ലാതെ നമുക്ക് 3 ആഴ്ച വരെ വെക്കാം. പക്ഷെ നെല്ലിലുള്ള വിത്താകുമ്പോൾ നമുക്കൊരു 1.5-2 മാസം വരെ ഈ ഒരു പൊസിഷനിൽ തന്നെ നിൽക്കും. കുറച്ച് ഇങ്ങനെ ഗ്രോത്ത് വരും, പക്ഷെ കളർ ചേഞ്ച് ഒന്നും വരില്ല, അളിഞ്ഞു പോവുകയില്ല. ചോളാകുമ്പോൾ നമുക്ക് കുറച്ച് ഒരു മാസമെല്ലാം വെക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ അകത്ത് അഴുകി തുടങ്ങും ചോളം. പക്ഷെ നെല്ലിലുള്ള ആ ഒരു വിഷയം വരുന്നില്ല. അപ്പൊ ഇത് കൂൺ വിത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള
ഈ വെള്ള പൂപ്പൽ, അതായത് ഈ വെള്ള മൈസീലിയം മാത്രമാണ് വിത്ത്. ഈ വെള്ള പൂപ്പൽ നമ്മളിപ്പോൾ വിത്ത് പൊടിച്ചിടുന്ന സമയത്ത് കൂടുതലായിട്ട് അങ്ങനെ ഞെരടി ഇടാൻ പാടില്ല. ഇപ്പൊ ഈ ഒരു പാക്കറ്റ് വിത്ത് എന്ന് പറഞ്ഞാൽ 300 ഗ്രാമിന്റെ വിത്താണ്. അത് 2 ബെഡിനാണ് ഉണ്ടാവുക. നമുക്കിപ്പോൾ കൂടുതൽ ചെയ്യുന്നതാണെങ്കിൽ ഒന്നിച്ച് ഇതുപോലെ കവറിന് ഹോൾ ഇട്ട് വെക്കുക. ഒരു കവർ ഇതുപോലെ 4 മടക്കാക്കിയിട്ട് 4 ഹോൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിതുപോലെ 32 ഹോൾ ഈ ഒരു കവറിൻ്റെ അകത്ത് വരും. ഈ ഒരു ഭാഗം റബ്ബർ ബാൻഡ് ഇട്ട് നമുക്കിതിനെ ഇപ്പം ഈ കവർ തിരിച്ചിടണമെന്നൊന്നുമില്ല, നമുക്കിതുപോലെ തന്നെ അങ്ങ് വെച്ചെടുത്താൽ മതി. ഈ ഒരു വിത്ത് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് സൈഡിൽ കൂടി മാത്രം വേണം വിത്തിടാൻ. നാല് ഇതുപോലെ ഈ ഒരു കവറിൻ്റെ അകത്ത് 4 ലെയർ വരും. ഏറ്റവും മേലെ ഒന്ന് നല്ലോണം ഒന്ന് ടൈറ്റ് ആക്കിയിട്ട് ഇങ്ങനെ ഇല്ല. ഇതാണ് ഒരു ബെഡ്. ഈ ഒരു ബെഡിന് നമ്മൾ ഇനി 7 ദിവസം ഇരുട്ട് റൂമിൽ വെക്കണം. ഇപ്പൊ ചില ആൾക്കാർ പറയുന്നുണ്ട് ഇരുട്ട് റൂം വേണ്ട, ഇരുട്ട് റൂം എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മൾ കൂൺകൃഷിയിൽ വെറുതെ അങ്ങനെ പറയുന്നെന്ന്. പക്ഷെ അതൊന്നുമല്ല. ഇരുട്ട് റൂം എന്ന് പറഞ്ഞാൽ കുറച്ച് ഇരുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1-2 കാര്യങ്ങളുണ്ട്. കുറച്ച് നല്ല ഇരുട്ട് ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ മൈസീലിയം പെട്ടെന്ന് വളരും. അത് നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസങ്ങൾ മനസ്സിലാവണമെങ്കിൽ നമ്മളിപ്പോൾ 2 ബെഡ് ചെയ്തിട്ട് ഒരു ബെഡ് ഇരുട്ട് റൂമിലും ഒരു ബെഡ് പിന്നെ നല്ല വെളിച്ചമുള്ള റൂമിലും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ മാറ്റങ്ങൾ അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരാഴ്ച ഇരുട്ട് റൂമിൽ വെക്കുക. അത് ഒരാഴ്ച കഴിഞ്ഞിട്ട് 8ാമത്തെ ദിവസം നമ്മൾ ഇതിനെ ഈ ഇരുട്ട് റൂമിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ പിന്നെ ഉറിയിൽ തൂക്കിയിട്ടിട്ട് വേണം വെള്ളം സ്പ്രേ ചെയ്യാൻ. വെള്ളം സ്പ്രേ ചെയ്യാന്ന് പറയുമ്പോൾ നമുക്കൊരു കാലാവസ്ഥ അനുസരിച്ചിട്ട്, മഴക്കാലമാണെങ്കിൽ നനക്കണ്ട. ഇപ്പോൾ ചൂട് കൂടുന്നതിനനുസരിച്ചിട്ട് നനക്കുന്നതിൻ്റെ തവണ നമ്മൾ ഇപ്പോൾ 2 പ്രാവശ്യം 3 പ്രാവശ്യം അങ്ങനെ നനക്കുക. ഒരു മാർച്ച് മാസമൊക്കെ ആണെങ്കിൽ നല്ല ചൂട് കാലാവസ്ഥയാണ്. അപ്പോൾ ആ ഒരു സമയം നമുക്ക് 2 മണിക്കൂർ കൂടുമ്പോഴെങ്കിലും നനക്കണം. എന്നെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ഇതിൻ്റെ അകത്ത് കൂണ് പുറത്ത് വരുള്ളൂ. മുട്ട് പുറത്ത് വന്നിട്ടാണ് നമുക്ക് പുറമേ നിന്നാണ് വളരുന്നത്. അപ്പോൾ ആ വളരണമെങ്കിൽ നമ്മൾ അതിന് അനുയോജ്യമായ സാഹചര്യം ഒരുക്കി കൊടുക്കണം. അതായത് അന്തരീക്ഷത്തിൽ ഈർപ്പം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബെഡിന് നനച്ചു കൊടുക്കുന്നത്, വെള്ളം സ്പ്രേ ചെയ്യുന്നത്. എന്നെങ്കിൽ മാത്രമേ നല്ല വലിപ്പത്തിലുള്ള കൂണ് ഉണ്ടാവുള്ളൂ. പിന്നെ ഈ കുമ്മായത്തിലിട്ട് സ്റ്റെറിലൈസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ കണ്ടാമിനേഷൻ, അതായത് പൂപ്പൽ, അതായത് ഈ ട്രൈക്കോഡർമ പോലെയുള്ള ഫംഗസിനെ ചെറുത്ത് നിൽക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഒന്നുകൂടി എളുപ്പമാണ് നമുക്ക് കൂൺകൃഷി ചെയ്യാൻ വേണ്ടി. അതായത് നമ്മൾ മുമ്പേ പുഴുങ്ങിയിട്ടൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് നമുക്ക് പുഴുങ്ങേണ്ട ആവശ്യമില്ല. ഇതുപോലെ കുമ്മായത്തിലിട്ടിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ കുമ്മായത്തിലിട്ട് ഇതുപോലെ നമ്മൾ ഉണക്കി വെച്ച് കഴിഞ്ഞ് ഇന്ന് തന്നെ ചെയ്യണമെന്നില്ല, 2-3 ദിവസം കൊണ്ട് നമുക്ക് ചെയ്ത് തീർത്താൽ മതി വൈക്കോല്. ഇപ്പോൾ എന്തെങ്കിലും മറ്റെന്തെങ്കിലും ജോലിയുള്ള ആൾക്കാരാണെങ്കിൽ
ആ ജോലി നമുക്ക് ലീവുള്ള ദിവസം ഇതുപോലെ വൈക്കോൽ ഉണക്കി വെക്കുക. പിന്നെ ജോലി കഴിഞ്ഞ് വന്ന് രാത്രി നമുക്ക് 1-2 ബെഡ് ഇതുപോലെ ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല എളുപ്പത്തിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ചെയ്യാൻ വേണ്ടി പറ്റും. വളരെ ലോ കോസ്റ്റ് ആയിട്ട് തുടങ്ങാൻ പറ്റുന്ന ഒരു കൂൺ കൃഷിയിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഈ വൈക്കോലുള്ള ഇതുപോലുള്ള സ്റ്റെറിലൈസേഷൻ. ഇതിപ്പം 12-18 പോളിത്തീൻ കവറിലാണ് ഞാൻ ചെയ്യുന്നത്. ഈ ഒരു ബെഡിന്റെ ഒരു വെയിറ്റ് എന്ന് പറഞ്ഞാല് ഇതിപ്പോ ഏകദേശം ഒരു 100, 1-200 അടുത്ത് ഉണ്ടാവും. പക്ഷെ എൻ്റെ ഈ ഒരു ബെഡ് എന്ന് പറഞ്ഞാൽ 1-137, 1-100 അങ്ങനെയുള്ളത്. അപ്പൊ ഈ ഒരു ബെഡിന് ഏകദേശം നമുക്കൊരു 2.5-3 മാസം കൊണ്ട് 2 കിലോ കൂണ് നമുക്ക് എന്തായാലും ഞാൻ 2.5 കിലോ കൂണ് വരെ പറിച്ചിട്ടുണ്ട്. പക്ഷെ 2 കിലോ കൂണ് നമുക്ക് ആവറേജിൽ എന്തായാലും കിട്ടുന്നതായിരിക്കും ഇങ്ങനെ ഈ ഒരു ബെഡിനകത്ത്. ഞാനിപ്പം 15 വർഷമായി കൂൺ കൃഷി തുടങ്ങിയിട്ട്. 15 വർഷമായെങ്കിലും ഒരുപാട് 1-2 മെത്തേഡ് ഞാൻ പരീക്ഷിച്ച് നോക്കി. ആദ്യം ഫസ്റ്റ് തന്നെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ വെള്ളത്തിലിട്ട് പുഴുങ്ങിയിട്ടാണ് ചെയ്തത്. പിന്നെ ആവിയിൽ വേവിച്ചു തുടങ്ങി. ഇതിപ്പോ ഒരു 4-5 വർഷത്തോളമായി ഈ ഒരു മെത്തേഡിൽ, അതായത് കുമ്മായത്തിലിട്ട് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. പക്ഷെ പിന്നെ അതിന്റെ അളവ്, കുമ്മായത്തിന്റെ അളവ് നമ്മളിങ്ങനെ മാറ്റം വരുത്തി നോക്കി. അപ്പൊ ഈ ഒരു രീതിയിൽ ഇപ്പം 200 ലിറ്റർ വെള്ളത്തിന് 2.5 കിലോ കുമ്മായം എന്നുള്ള രീതിയിൽ എത്തിച്ച് നല്ല രീതിയിൽ 100% വിജയിപ്പിച്ചെടുക്കാൻ തുടങ്ങിയിട്ട് 2.5 വർഷമായി. ഇപ്പൊ ഈ 2.5 വർഷമായിട്ട് ഞാനിപ്പം പുഴുങ്ങാറേ ഇല്ല. ഈ ഒരു മെത്തേഡിൽ തന്നെ ചെയ്യുന്നത്. നല്ല ഇതിൻ്റെ അകത്ത് വിരിഞ്ഞ കൂണിന് നല്ല ക്വാളിറ്റി ഉണ്ട്. അതായത് നല്ല വൈറ്റ്, നല്ല വൈറ്റ് കളറും ഉണ്ട്, നല്ല വെയിറ്റും ഉണ്ട്. പിന്നെ പുഴുവിന്റെ ശല്യം അങ്ങനെ കാണുന്നില്ല. നമ്മൾ വെള്ളത്തിലിട്ട് പുഴുങ്ങുവാണെങ്കിൽ മഴ സീസണിലൊക്കെ ഈ ചെറിയ പ്രാണികൾ വന്നിട്ട് അതിൻ്റെ അകത്ത് പുഴു ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ ഈ ഒരു മെത്തേഡിൽ ചെയ്യുമ്പോൾ നമുക്ക് പുഴുവിന്റെ ശല്യം അങ്ങനെ ഒഴിവായി കിട്ടുന്നില്ല. പക്ഷെ ഈ ഒരു മെത്തേഡിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വൈക്കോല് നല്ലോണം ഉണങ്ങിയിട്ട് തന്നെ ചെയ്യണം. കാരണം ഈ തണ്ടിന്റെ ഉള്ളിലൊന്നും വെള്ളം ഉണ്ടാവാനേ പാടില്ല. കുറച്ച് വെള്ളം കൂടിപ്പോയാൽ അവിടെ നല്ലൊരു ഓറഞ്ച് കളറിൽ വെള്ളം ഇങ്ങനെ കെട്ടി നിന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു വെള്ളം ആഴ്ചയെടുക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വേറെ ഒരു പ്രശ്നവും. അപ്പൊ നിങ്ങൾ പുതിയ മെത്തേഡിൽ ചെയ്യുമ്പോൾ, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിൽ നിന്ന് മാറി ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് തന്നെ കൂടുതലായിട്ട് ചെയ്യാൻ പാടില്ല. ഒരു 2 ബെഡ് ചെയ്ത് നോക്കുക. 1-2 ബെഡ് ചെയ്ത് നോക്കി 1-2 പ്രാവശ്യം ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ. അപ്പോൾ അതിനുശേഷം നമ്മൾ കൂടുതലായിട്ട് ചെയ്യാം. ഒരിക്കലും നമ്മൾ വേറൊരു മെത്തേഡിലേക്ക് പോകുമ്പോൾ ഇതല്ല ഏത് മെത്തേഡിലേക്കാളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് മാറുമ്പോൾ നമ്മൾ എന്തായാലും കൂടുതലായിട്ട് അങ്ങ് ചെയ്യാൻ പാടില്ല. ഒരു 2 ബെഡ് വെച്ച് ചെയ്ത് നോക്കുക. എന്തായാലും എന്നെ സംബന്ധിച്ച് ഒരു 100% സക്സസ് ആണിത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്ത എൻ്റെ ഒരു ക്ലാസ് കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് ഒരു 4-5 പേര് ഇപ്പം സ്ഥിരമായിട്ട് ഈ രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. അവരും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല രീതിയിൽ നല്ല സക്സസ് ആയിട്ട് പോകുന്നുണ്ട്. ഇതിപ്പോ വൈക്കോല് കട്ട് ചെയ്തിട്ടും ചെയ്യാം. ഞാൻ ഇപ്പൊ കട്ട് ചെയ്യാണ്ട ചെയ്തിട്ടുള്ളത്. ഇപ്പം ഞാൻ വാഷിംഗ് മെഷീൻ ഡ്രയറിലിട്ട് അടിക്കുന്നതുകൊണ്ട് തന്നെ കട്ട് ചെയ്തിട്ടില്ലെങ്കിലും വലിയ പ്രശ്നം വരുന്നില്ല. പക്ഷെ നമ്മളിപ്പോൾ വെയിലത്തിട്ട് ഉണക്കുന്നതാണെങ്കിൽ കട്ട് ചെയ്തിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് തണ്ടിനുള്ളിലൊന്നും വെള്ളം നിൽക്കില്ല. പിന്നെ ഇപ്പം കൂൺ കൃഷിയിൽ പല മാധ്യമങ്ങളും ഉണ്ട്. ഞാൻ 1-2 മാധ്യമങ്ങളൊക്കെ ട്രൈ ചെയ്തിരുന്നു. പക്ഷെ ഏറ്റവും ചെറിയ മുതൽ മുടക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാധ്യമമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ വൈക്കോൽ തന്നെയാണ്. അപ്പൊ നമ്മൾ ഈ കൂൺ കൃഷിയുടെ വിജയം, അല്ലെങ്കിൽ നമുക്ക് നല്ല വരുമാനം കിട്ടുക എന്നുള്ള ഉദ്ദേശമാണെങ്കിൽ നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെ വളരെ ചെറിയ ചെലവില് നല്ല രീതിയിൽ വരുമാനം എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ ഏറ്റവും ചെറിയ രീതിയിൽ ചെലവും നല്ലൊരു വരുമാനം കിട്ടാൻ എനിക്ക് തോന്നിയൊരു മെത്തേഡ് ഈ ഒരു വൈക്കോല് ചെയ്യുന്നത് തന്നെയാണ്. അതായത് വൈക്കോല് ചെയ്യുമ്പോൾ ഈ ഒരു ബെഡിന് നമുക്ക് 50 രൂപയിലും താഴെ ചെലവ് വരുന്നുള്ളൂ. അപ്പോൾ ഇന്ന് 1 കിലോ കൂണിന് 500 മുതൽ 650 രൂപ വരെ മാർക്കറ്റിൽ വിലയുണ്ട് നമ്മളെ കണ്ണൂര്. അപ്പോൾ 500 രൂപ കൂട്ടിയാൽ തന്നെ നമുക്ക് ഈ ഒരു ബെഡിന് 50 രൂപയിൽ താഴെ ചെലവ് വരുന്നുള്ളൂ. അപ്പൊ ഈ ഒരു ബെഡിൽ 2 കിലോ കൂണ് എന്ന് പറയുമ്പോൾ 1000 രൂപയുടെ കൂണ് നമുക്ക് ഈ ഒരു ബെഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത് നമുക്ക് ചെലവ് വരുന്നത് മിനിമം 50 രൂപയാണ് വരുന്നത്, മാക്സിമം 50 രൂപ. അപ്പൊ ബാക്കി നമ്മളെ വരുമാനം തന്നെയാണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ ചെറിയ ചെലവിൽ ചെയ്യുന്നത് ഇതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പൊ ആവിയിൽ ഇതിനു മുന്നേ വരെ ആവിയിൽ വേവിച്ചിട്ടായിരുന്നു ചെയ്തത്. പക്ഷെ ആവിയിൽ വേവിച്ചെടുക്കുമ്പം ഈ കൂൺ കൃഷിയിലേക്ക് പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് ഒരു മെനക്കേടായി തോന്നുന്നുണ്ട്. കാരണം ഈ വൈക്കോല് കുതിർത്ത് വെച്ച് 2 മണിക്കൂർ കുതിർത്ത് വെച്ച് അതൊന്ന് കഴുകിയെടുത്ത് അതിനുശേഷമാണ് നമ്മൾ ആവിയിൽ വേവിക്കുന്നത്. ഈ ആവിയിൽ വേവിക്കും 3/4 മണിക്കൂർ ആവിയിൽ വേവിക്കണം. ആവിയിൽ വേവിച്ചെടുക്കുമ്പം എല്ലാ ഭാഗത്തും ഒരേപോലെ ആവി വന്നിട്ടില്ലെങ്കിൽ
നമുക്ക് ഇതിൻ്റെ അകത്ത് അണുനശീകരണം നടക്കൂല. അപ്പൊ അങ്ങനെ ചിലപ്പോൾ ഈ ട്രൈക്കോഡർമ പോലെയുള്ള പൂപ്പലുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ ഒരു മെനക്കേട് കൊണ്ടാണ് ആൾക്കാർ കുറെ ഈ കൂൺകൃഷിയിൽ നിന്ന് ബാക്കോട്ട് പോകുന്നതും പിന്നെ പല മാധ്യമങ്ങളും മറ്റുള്ള മാധ്യമങ്ങളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു രീതി ആകുമ്പോൾ നമുക്ക് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ എല്ലാ ബെഡും നല്ല വൈറ്റായിട്ട് എല്ലാ ബെഡും നല്ല 100% വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഈ ഒരു മെത്തേഡ് നല്ല യൂസ്ഫുൾ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ട് അല്ലേ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് പരീക്ഷിക്കുക. ഇവർ പറഞ്ഞ പോലെ വളരെ സിമ്പിളായിട്ട് ആദ്യം കുറച്ച് മാത്രം ചെയ്തിട്ട് അതിനെ ഒന്ന് നോക്കുക. കാരണം ഇതിൻ്റെ എല്ലാം ബേസ് എന്ന് പറയുന്നത് ഇത് ചെയ്ത് വരലാണ്. അതിൻ്റെ ഒരു കൈ അളവ് എന്ന് പറയുമ്പോഴാണെങ്കിൽ അത് കിട്ടലാണ്. അപ്പോൾ ആദ്യം തന്നെ ഇത് കംപ്ലീറ്റ്ലി 20 ബെഡ് അല്ലെങ്കിൽ 50 ബെഡിലേക്കൊന്നും നിങ്ങൾ പോവാതെ ഒരു 3, 4, 5 തവണ നിങ്ങളിത് നിങ്ങളുടേതായ രീതിയിൽ ഒരു 2 ബെഡ് 5 ബെഡ് മാക്സിമം ഒരു 10 ബെഡ് മാത്രം ചെയ്തിട്ട് അത് സക്സസ് ആവുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്തെടുക്കുക. ഞാൻ എൻ്റെ ഫാമിൽ ഇപ്പോൾ ഇതൊരു 1.5 വർഷത്തോളമായി ഈ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ആദ്യം ആവിക്ക് പുഴുങ്ങിയിട്ടൊക്കെയാണ് ചെയ്തത്. അതുപോലെ തന്നെ ബ്ലീച്ചിങ് പൗഡറും ബാവച്ചിന് യൂസ് ചെയ്തിട്ട് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തു നിന്നാണ് പിന്നെ ആവിക്ക് പുഴുങ്ങലിലേക്ക് മാറിയത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രയാസമുണ്ട്. വൈക്കോലേ ഞാൻ ചെയ്യുന്നുള്ളൂ. അറക്കപ്പൊടിയിൽ വളരെ കുറവാണ് ചെയ്യുന്നത്. കാരണം നമുക്കിവിടെ സുലഭമായിട്ട് കിട്ടുന്നത് വൈക്കോലാണ്. ഇവിടുന്ന് വീരാജ്പേട്ട, കർണാടകത്തിലുള്ള വീരാജ്പേട്ട എന്ന് വൈക്കോല് ഇവിടെ ഇറക്കുന്നുണ്ട്. നമ്മൾ ശരിക്കും റേറ്റ് നോക്കുവാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആദ്യമൊക്കെ 25 രൂപ മുതലാണ് വൈക്കോലിന് ഇറക്കിയത്. ഇപ്പോൾ ലാസ്റ്റ് ഇറക്കിയിരിക്കുന്നത് 44 രൂപ 45 രൂപ തോതിലാണ്. പക്ഷെ നമ്മളെ സൈറ്റിൽ 45 രൂപക്ക് വരും. അപ്പോൾ ഇത് ഒന്ന് ചെയ്ത് നോക്കുക. ഒരു വർഷമായി ഞാനും ഇത് ചെയ്തിട്ട് അത്യാവശ്യം കുഴപ്പമില്ല. നല്ല രീതിയിൽ തന്നെ നമുക്ക് ആവിക്ക് വെച്ച് പുഴുങ്ങുന്നതിൻ്റെ അതേ എഫക്റ്റും ഉണ്ട്. അതിലുപരി കൂണ് കുറച്ചും കൂടി നല്ല രീതിയിലുള്ള നല്ല ടേസ്റ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നതും ഇത് തന്നെയാണെന്ന് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ചെയ്ത് നോക്കുക. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. എങ്ങനെയുണ്ട് നോക്കാമല്ലോ ആൾക്കാരുടെ അഭിപ്രായം. അത് കണ്ടിട്ട് നോക്കാം. അപ്പോൾ അതിന് അടുത്ത വീഡിയോ കൊണ്ട് വരുന്നത് ഗംഭീരമായിട്ടുള്ളത് ഒന്ന് ഇതുപോലെയുള്ള കർഷകരുടെ അറിവുകളും അവരുടെ ചെറിയ ചെറിയ പോയിന്റുകളും നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇനി വീണ്ടും കാണുന്നതുവരെ